രാമായണം പോലെ ഒരു ചരിത്രത്തിൽ ആഴത്തിൽ വേരുപിടിച്ച സഹസ്രാബ്ദങ്ങളുടെ ജീവിത ബലമുള്ള ഒരു ഇതിഹാസ കാവ്യത്തിന് ഒരു സമാന്തര കൃതി ഉണ്ടാക്കി അതിനെ വിമർശനാത്മകമായി പരിശോധിക്കാൻ ശ്രമിച്ചാൽ അത് അങ്ങേയറ്റം പ്രാന്തസ്ഥിതമായ മാർജിനലായ ഒരിടത്ത് ഒതുങ്ങി നിൽക്കുകയേ ഉള്ളൂ. മറിച്ച് ആശാൻ ചെയ്തതുപോലെ ഈ ഇതിഹാസ പാരമ്പര്യത്തിനുള്ളിലെ ഒരു കലഹത്തിലൂടെയാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് അതിനോട് ഇടയാൻ കഴിയുക, അതിനോട് ഏറ്റുമുട്ടാൻ കഴിയുക. ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, സീതയുടെ സ്നേഹഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ബ്രാഹ്മണ്യത്തിന്റെ രണ്ട് മൂല്യ വ്യവസ്ഥകളെ ആശാൻ ചോദ്യം ചെയ്തു. അരുതോർക്കിൽ നൃപൻ വധിച്ചു നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹിണി ശ്രുതി എന്ന് ആശാൻ അതിലെഴുതി. ഓർത്തു നോക്കിയാൽ ശൂദ്രയോഗിയായ ശംഭൂകനെ വധിച്ച ഒരാളാണ് രാമൻ. ചെയ്തുകൂടാത്തതാണ്. എന്തുകൊണ്ട് രാമൻ അങ്ങനെയായി? നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹിണി ശ്രുതി. സ്ത്രീയെയും ശൂദ്രരെയും നീചവസ്തുക്കളായി കണ്ട ശ്രുതി പാരമ്പര്യം, വേദങ്ങളുടെ പാരമ്പര്യം രാമനെ ചീത്തയാക്കുകയാണ് ചെയ്തത്. ആ കാവ്യത്തിലുള്ള വളരെ സവിശേഷമായ ഒരു കാര്യം, രാമനും താനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹത്തെ എപ്പോഴും മാനിക്കുന്ന ഒരാളായിട്ടാണ് സീത ആ കാവ്യത്തിൽ നിൽക്കുന്നത് എന്നാണ്. മരുവിയും മൃഗതുല്യർ ഞങ്ങളന്നിരുമയ്യാർന്നൊരു ജീവി പോലവേ എന്ന് പഞ്ചവടിയിലെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീത ഓർക്കുന്നുണ്ട്. അവസാനം വരെ അനഘാശയ എന്നെല്ലാം രാമനെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുന്ന സീതയെ നമുക്ക് കാണാം. സീതാകാവ്യത്തിന്റെ ആരംഭഘട്ടത്തിൽ രാമനെ വിമർശനാത്മകമായി നോക്കുകയും തന്നെ കാട്ടിലെറിഞ്ഞ രാമന്റെ ചെയ്തി നന്നോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന സീതയെയാണ് നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ വളരെ ആധുനികമായ ചോദ്യങ്ങൾ സീത അവിടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ഭൂപതി സമ്മതിക്കണം ചരിതവ്യത്തിൽ നിജപ്രജാമതം പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ. ശരിയാണ്, രാജാവ് ജനങ്ങളുടെ അഭിലാഷത്തെ, ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കേണ്ടതാണ്. പക്ഷേ ജനങ്ങൾ പല കക്ഷിയായി പിരിഞ്ഞാൽ പരിശോധിച്ചറിയേണ്ടയോ നൃപൻ എന്ന ചോദ്യം തായട്ട് ശങ്കരൻ പിന്നെ എഴുതുന്നുണ്ട്. ഇത് ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ജനങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകാമെന്നും ഈ ഭിന്നാഭിപ്രായങ്ങളെ മുഴുവൻ പരിഗണിച്ചിട്ടാണ് രാജാവ് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്നുമുള്ളത് നമ്മുടെ രാജവാഴ്ചയുടെ ഒരു മൂല്യവ്യവസ്ഥയുടെ ഭാഗമല്ല. അവിടെ പ്രത്യക്ഷ ദൈവമായി തീർന്ന രാജാവ്, ആ രാജാവിൻ്റെ ഏത് തോന്നലും അന്തിമമായ ശരിയാണ് എന്ന് കരുതുന്ന പ്രജ, ഇങ്ങനെയാണ് നാടുവാഴുത്തത്തിൻ്റെയും രാജവാഴ്ചയുടെയും മൂല്യവ്യവസ്ഥ. സീത ആ മൂല്യവ്യവസ്ഥയ്ക്കുള്ളിലല്ല. അതുകൊണ്ടാണ് പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ എന്ന് രാമനെ കുറിച്ച് സീത പറയുന്നത്. ഇങ്ങനെ തന്നെ കാട്ടിലെറിഞ്ഞ രാമനെ കുറിച്ച്, ആ രാമൻ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് എന്നും അതൊരു പാരമ്പര്യത്തിന്റെ തകരാറ് കൂടിയാണ് എന്നും സീത മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. മുടിയിൽ കൊതി ചേർത്ത് പുത്രരജ്ജടിയാക്കും ചിലർ തൽകുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹതമാർന്ന പത്നിയെ എന്ന് ആശാൻ എഴുതുന്നു. ആശാന്റെ സീതയുടെ വിചാരമാണ്. രാജാവാക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി, മക്കളെ ക്ഷണിച്ചു വരുത്തി അവരെ കാട്ടിലേക്ക് അയക്കുന്ന പിതാക്കന്മാരുണ്ട്. അത്തരം പിതാക്കളുടെ പുത്രന്മാർ ഗർഭിണിയായ ഭാര്യയെ കാട്ടിലെറിയാനും മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ്റേത് വാസ്തവത്തിൽ രാമന്റെ ഒരു സ്വകാര്യ പ്രശ്നമല്ല, ഒരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ് എന്ന് ആശാൻ പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ ആ പാരമ്പര്യത്തെയാണ് പിന്നീട് അരുതോർക്കൽ നൃപൻ വധിച്ചു നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹിണി ശ്രുതി എന്ന് ആശാൻ എഴുതുകയും ചെയ്തത്. ഇങ്ങനെ ശ്രുതി പാരമ്പര്യം ബ്രാഹ്മണ്യത്തിന്റെ സ്ത്രീയെയും ശൂദ്രരെയും
നിന്ദ്യവസ്തുക്കളായി കണ്ട, ഹീനജന്മങ്ങളായി കണ്ട 924 നമ്മൾ എത്തുകയാണ്. ഇണ്ടതുരുത്തി മനയിൽ ഗാന്ധിജി ചെന്നിട്ട് ഗാന്ധിജി നീലകണ്ഠൻ നമ്പ്യാതിരിയോട് ചോദിച്ചത്, ഈ അധകൃതർ എന്ന് വിളിക്കുന്നവർ നമ്മുടെ സഹോദരങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്പ്യാതിരി പറഞ്ഞ ഉത്തരം നീചജന്മങ്ങളാണ്, ഹീനജന്മങ്ങളാണ് എന്നാണ്. ഈ ഉത്തരത്തെക്കുറിച്ച് ആശാൻ 19 എഴുതുന്നുണ്ട്. ആ ഉത്തരത്തെക്കുറിച്ച് കൂടിയാണ് ആശാൻ 19 ഇങ്ങനെ പറഞ്ഞത്: നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീ പാദജ ഗർഹിണി ശ്രുതി. ഇങ്ങനെ ബ്രാഹ്മണ്യത്തിന്റെ ഒരു വ്യവസ്ഥക്കെതിരെയുള്ള ആന്തരികമായ വലിയൊരു കലാപത്തെ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ പാരമ്പര്യത്തിനുള്ളിൽ കടന്നു കയറി സ്നേഹത്തെ ഒരു അടിസ്ഥാന മൂല്യമാക്കി മാറ്റിക്കൊണ്ട് ആ കലാപത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ആശാൻ വാസ്തവത്തിൽ സീതാകാവ്യത്തിൽ ചെയ്യുന്നത്. സീതാകാവ്യത്തിന്റെ മർമ്മസ്പർശിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സീതരാമൻ എന്ന വ്യക്തിയെ വിമർശിച്ച് കൈയൊഴിഞ്ഞുകൊണ്ടല്ല വാസ്തവത്തിലെ കാവ്യം അവസാനിക്കുന്നത്. സീതാകാവ്യത്തിലെ ആദ്യ ഭാഗത്തിലെ പലരും പറയാറുള്ള രാമോപാലംഭം, വാസ്തവത്തിൽ അത് രാമനെതിരായ വിമർശനം എന്നതിനേക്കാൾ രാജത്വത്തിനും രാമനെ നിർണയിച്ച ബ്രാഹ്മണ്യത്തിന്റെ മൂല്യവ്യവസ്ഥയ്ക്കുമെതിരായ ഒരു വിമർശനമാണ്. അത് രാമൻ എന്ന ഒരാൾക്കെതിരെയല്ല, രാമനോട് സീതയ്ക്കുള്ള സ്നേഹവായ്പ് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കാട്ടിൽ പാർക്കുന്ന സമയത്ത് രാമൻ നിഷ്കളങ്കനായിരുന്നു എന്നും കൊട്ടാരത്തിലെത്തിയപ്പോ ആ രാമന്റെ തോലിന് കട്ടി കൂടുകയാണ് ചെയ്തത് എന്നും ആശാൻ അവിടെ മറ്റൊരു സ്ഥലത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പട്ടബദ്ധമാം മതിയോ ചർമ്മകഠോരമെന്നുമാ, ചർമ്മകാഠിന്യം കൂടി ഈ കിരീടം ചൂടിയ ബുദ്ധി, രാജത്വം എടുത്തണിഞ്ഞ ബുദ്ധിക്ക് ചർമ്മകാഠിന്യം കൂടി. അങ്ങനെ രാജത്വം ചീത്തയാക്കിയ ഒരു രാമൻ, ആ രാമനിലും പക്ഷേ സ്നേഹം തുടരുന്നുണ്ട് എന്ന് സീതാകാവ്യത്തിന്റെ 2ാം ഭാഗം എത്തുമ്പോൾ സീത പറയുകയും രാമനെ കുറിച്ച് താൻ മുമ്പ് ഉയർത്തിയ വിമർശനങ്ങളിലേക്ക് പിന്നെയും തിരിഞ്ഞു നോക്കുകയും രാമനോടുള്ള തൻ്റെ സ്നേഹവായ്പിനെ ഒരുപക്ഷെ പിന്നെയും പ്രകാശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സീതയുടെ ആത്മസംഘർഷങ്ങളുടെ വലിയൊരു ലോകം നിങ്ങൾക്ക് ആ കാവ്യത്തിൽ കാണാൻ കഴിയും. ഞാൻ കരുതുന്നത് മലയാള കവിതയുടെ ചരിത്രത്തിൽ ഈശ്വര എന്ന വാക്ക് ഇത്രമേൽ ദുഃഖനിർഭരമായി ഉപയോഗിക്കപ്പെട്ട സന്ദർഭങ്ങൾ വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത എന്ന് ആശാൻ അവിടെ എഴുതും. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര. താൻ ഇത്രമേൽ സ്നേഹിച്ച രാമൻ ഇത്രമേൽ സ്നേഹിച്ച താൻ, ആ സ്നേഹം നിലനിൽക്കെ തന്നെ ഒരു വ്യവസ്ഥയുടെ നടത്തിപ്പുകാരനായി തന്നെ കാട്ടിലെറിഞ്ഞ രാമനെ കുറിച്ചുള്ള തീരാത്ത ദുഃഖത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് ഈശ്വര എന്ന് സീത ആ ശ്ലോകത്തില് ഓർക്കുന്നത്. അത് പിന്നെയും വരുന്നുണ്ട്. പ്രണയം തലപൊക്കിടാതിന്ന് അണലിപ്പാമ്പ് കണക്ക് നിദ്രയായി എന്നും ആ മറ്റൊരു സ്ഥലത്ത് സ്നേഹത്തെക്കുറിച്ച് തന്നെ സീത എഴുതുന്നുണ്ട്. ഇങ്ങനെ സ്നേഹം എന്നതിന് രാജത്വത്തിനും ബ്രാഹ്മണ്യത്തിനും പുരുഷാധികാരത്തിനും ഒക്കെ എതിരായ ഒരു സ്ത്രൈണമായ വിമർശന മൂല്യമായി ആശാൻ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആശാന്റെ കാവ്യങ്ങൾക്കെതിരെ ചിലപ്പോഴൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിമർശനം ആശാന്റെ നായകന്മാർക്ക് പുരുഷബലം കുറവാണ് എന്നതാണ്. ആശാന്റെ നായകന്മാർ പൊതുവെ പുരുഷാധികാരികളല്ല. മദനാകട്ടെ, ദിവാകരയോഗിയാകട്ടെ, രാമൻ തന്നെയാകട്ടെ, ദുരവസ്ഥയിലും ചണ്ടാലവിക്ഷിയിലേക്കുമൊക്കെ വരുന്ന ആളുകളാകട്ടെ, ഇവരൊന്നും പുരുഷപ്രതാപികളല്ല. മറിച്ച് ബലം കുറഞ്ഞവരും സ്നേഹതാരല്യങ്ങളിൽ ജീവിക്കുന്നവരും അഴിവുള്ളവരുമായ മനുഷ്യരായിട്ടാണ് ഈ പുരുഷന്മാരെ മുഴുവൻ ആശാൻ തൻ്റെ കൃതികളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇന്ത്യയിൽ ബ്രാഹ്മണ്യത്തിനെതിരെ രൂപപ്പെട്ട അതിദീർഘമായ ചരിത്രമുള്ള ഒരു അനുഭവ തലം, അത് ബുദ്ധൻ മുതൽ ആരംഭിക്കുന്ന ഒരു സമാന്തര ധാര ഈ അഴിവിൻ്റെതാണ്. അത് ബലത്തിൻ്റെ അല്ല, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് 24 ഗുരു അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിന്റെ ലക്ഷ്യവാചകം ഉണ്ടാക്കിയത് വെറുതെയല്ല.
താർക്കികമായ വാദപ്രതിവാദങ്ങളിലൂടെ നേടുന്ന അന്തിമ വിജയം എന്നത് വാസ്തവത്തിൽ ഹിംസയുടെയും അപരവിദ്വേഷത്തിന്റെയും മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് പറയുന്നത്. അത് പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്ന തത്വത്തിന്റെ മറ്റൊരു നിലക്കുള്ള പ്രകാശനം കൂടിയാണ്. കാരണം അറിയാനും അറിയിക്കാനും നാം ചെയ്യേണ്ട ഒരു കാര്യം, അറിയൽ എന്ന് പറയുന്നത് അപരത്തെ ഉൾക്കൊള്ളലാണ്, അറിയിക്കൽ എന്നത് അപരത്തിലേക്ക് കടന്നു നിൽക്കലാണ്. അതുകൊണ്ട് അറിയലും അറിയിക്കലും സാധ്യമാകുന്നത് ആത്മാപരങ്ങൾക്കിടയിലുള്ള ആഴമേറിയ ബന്ധത്തിലാണ്, വിനിമയത്തിലാണ്. വാദിച്ച് ജയിക്കലാകട്ടെ അപരനിരാകരണമാണ്, അപരനിരാസമാണ്. ഈ അപരനിരാസത്തിന്റെ യുക്തിക്കെതിരെ അപരോന്മുഖതയുടെ ഒരു ആന്തരിക ഭാവത്തെ ആത്മീയതയുടെ അടിസ്ഥാന മൂല്യമാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ബുദ്ധൻ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ മൈത്രിയുടെ സങ്കല്പം വികസിച്ചു വന്നത്. ഈ മൈത്രി ഭാവം അപരത്തോട് ഹിംസാത്മകമായി എതിരിടുകയല്ല ചെയ്യുന്നത്, അപരത്തോട് സഹാനുഭൂതി നിറഞ്ഞ, അപരത്തെ കൂടി ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു പുതിയ മൂല്യസഞ്ചയമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറി വരുന്ന, അതുകൊണ്ട് വിദ്വേഷത്തിന്റെ താർക്കികതയുടെ എതിരിട്ട് നിൽക്കലിന്റെ ബലത്തിന്റെ ഒരു വഴിയല്ല, മറിച്ച് സ്വാംശീകരണത്തിന്റെ ഉൾക്കൊള്ളലിന്റെ പങ്കുചേരലിന്റെ അഴിവിന്റെ ഒരു ലോകമാണ് വാസ്തവത്തിൽ സോദരത്വേന എന്ന് തെളിഞ്ഞ ഒരു വാക്കിന്റെ പിന്നിലെ ചരിത്രബലം. ആ ചരിത്രബലത്തെയാണ് ഒരർത്ഥത്തിൽ ഈ താർക്കികതയ്ക്കപ്പുറമുള്ള അഴിവിന്റെ, താർക്കികതയുടെ ബലിഷ്ഠതയ്ക്കപ്പുറമുള്ള അഴിവിന്റെ ഒരു ലോകത്തിലൂടെ ആശാൻ തൻ്റെ നായകന്മാരെ ആവിഷ്കരിക്കുന്നതിന് പിന്നിലെ പ്രേരണയായി തീർന്നത് എന്ന് ഒരുപക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ആശാൻ എഴുതിയ കാലത്ത് അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ആധുനിക വ്യക്തികൾ ഉയർന്നു വരികയും പുരുഷപ്രകൃതമുള്ള മനുഷ്യർ മാതൃകാ മനുഷ്യരായി ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ആശാന്റെ ഒക്കെ കാവ്യജീവിതം ഉയർന്നുയർന്നു വരുന്നത്. അതുകൊണ്ട് ബലിഷ്ഠ വ്യക്തിത്വം എന്നത് ഒരാദർശ മൂല്യമായി തീർന്ന, ഉദ്ഗ്രഥിതമായ ആദിമധ്യാന്ത പൊരുത്തമുള്ള സുഘടിതമായ മനുഷ്യ വ്യക്തിത്വം എന്നതൊരു പ്രധാനപ്പെട്ട മൂല്യമാണ് എന്ന് സങ്കല്പിക്കപ്പെട്ട ഒരു കാലത്തിന്റെ നടുവിൽ വാസ്തവത്തിൽ അതിലടങ്ങിയ ചില വൈരുദ്ധ്യങ്ങളെ കൂടി ആശാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് ആശാൻ ഒറ്റയ്ക്ക് തുടങ്ങിയതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാന പ്രകൃതത്തിൽ ഈ താർക്കികമായ ഒരു പുരുഷ ബലം അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ആ പുരുഷ ബലത്തിനെതിരെ കൂടിയാണ് ആശാന്റെ കാവ്യഭാവന സ്നേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. താർക്കിക ബലത്തെയല്ല, സിദ്ധാന്ത ഭദ്രതയല്ല, അറിവിനെ പോലുമല്ല, മറിച്ച് സ്നേഹം എന്ന ഒന്നിനെയാണ്. സ്നേഹം എന്ന അനുഭവ മൂല്യത്തെയാണ്. അനുഭവ മൂല്യമായി പ്രവർത്തിക്കാത്ത തത്വത്തിൽ യാതൊരർത്ഥവുമില്ല എന്നത് പിന്നെ 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 പ്രബലമായി തീരുന്ന ഒരാശയാണ്. ആശാനിൽ അത് പക്ഷെ നമുക്ക് കാണാം. അതുകൊണ്ട് സമത്വം എന്നത്, സാഹോദര്യം എന്നത് തത്വനിർഭരമായ ഒരു സങ്കല്പം എന്ന നിലയ്ക്കല്ല, ഒരനുഭവ മൂല്യമായി തീരുന്നു. ഈ അനുഭവ മൂല്യത്തെയാണ് ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ എന്ന് തുടങ്ങുന്നത്, വീണപൂവിൽ അഭിസംബോധന ചെയ്ത് തുടങ്ങുന്നത്. സീതാകാവ്യത്തിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്കും സീത രാമനോട് വിട പറയുന്നുണ്ട്, പ്രകൃതിയോട് വിട പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മലയാള ഭാഷയിലെ തന്നെ അത്യുത്കൃഷ്ടമായ ആ കാവ്യഭാഗങ്ങൾ എന്ന് സംശയമില്ലാതെ പറയാവുന്നതാണ് സീതാകാവ്യത്തിലെ അവസാന ശ്ലോകങ്ങൾ എന്ന് പറയാം. പ്രകൃതിയോട് സീത വിട പറയുന്ന ആ ഭാഗങ്ങൾ, ഇനി യാത്ര പറഞ്ഞിടട്ടഹാ ദിനസാമ്രാജ്യപദേ ദിവസ്പദേ അനിയന്ത്രിത ദീപ്തിയാം കതിർ കനകാസ്ത്രാവൃതനാം ഭവാനു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള വരികളിലേക്ക് ഒരു കവി ചെന്നെത്തിയിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ച്. ആലോചിച്ചെഴുതുന്നതിനപ്പുറം കവിതയുടെ ഒരു സ്വയം പ്രവർത്തന ശേഷി നമുക്ക് സങ്കല്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വരികളാണ് അവിടെയൊക്കെ ഉള്ളത്. അത്തരം ചില വരികളുണ്ട്. പണ്ട് നമ്മുടെ അരവിന്ദ ഘോഷ് സുപ്രീം പോയറ്റിക് അട്ടറൻസ് എന്നൊക്കെ അതിനെക്കുറിച്ച് ചില സന്ദർഭങ്ങളിൽ പറയും. കവിത സ്വയം പ്രവർത്തനക്ഷമത നേടുന്ന ചില സന്ദർഭങ്ങൾ. ചന്ദ്രനെ കുറിച്ച് എഴുതുമ്പോൾ വിസിനീതന്തു മരീചികേശനായി ലസിതസ്മിതനായ ചന്ദ്രികാ ഭസിതസ്നാദ മൃഗാംഗ കൈതൊഴ എന്നൊക്കെ ആശാൻ അവിടെ എഴുതുന്നുണ്ട്.
ഭാഷയുടെ ഒരു എന്താ പറയുക അത്യുത്കൃഷ്ടമായ പ്രതലത്തെ മലയാളം കാണുന്ന സന്ദർഭമാണ്. മാഷ് നേരത്തെ ഇവിടെ പറയുണ്ടായി സന്ധ്യയെക്കുറിച്ച്. സ്വയം അന്തിയിലും വെളുപ്പിലും വിയതം ചിത്രവിരിപ്പ് നെയ്തുടൻ, നിയതം ചിത്രവിരിപ്പ് നെയ്തുടൻ, വിയതാലയ വാതിൽ പൂട്ടുമൻ പ്രിയസന്ധ്യയെ ഭവതിക്കു വന്ദനം എന്നിങ്ങനെ സൂര്യനോട്, ചന്ദ്രനോട്, നക്ഷത്രങ്ങളോട്, രാവിനോട്, ഉഷസന്ധ്യയോട്, കാടിനോട്, പൂവിനോട് ഒക്കെ യാത്ര പറയുന്ന സമയത്ത് സീത ഒടുവിൽ പറയുന്ന ഒരു കാര്യം, സീത അവിടെ അതിനു മുമ്പ് തന്നെ തന്നിലേക്ക് തന്റെ വിമർശനങ്ങളെ താൻ ഉയർത്തിയ വിമർശനങ്ങളിലൂടെ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയും ഒടുവിൽ താൻ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി പഞ്ചഭൂതാത്മകമായ ശരീരം ഈ പ്രകൃതിയിലേക്ക് തന്നെ മടക്കി നൽകി താൻ ഈ ലോകത്തിന്റെ ബന്ധങ്ങൾക്കപ്പുറത്ത് ഒരു ഉയർന്ന പദത്തിലേക്ക് പോകുമെന്നും അങ്ങനെ താൻ ഉയർന്നു പോകുന്ന ഒരു ലോകത്തേക്ക് രാമൻ പിന്നാലെ എത്തിച്ചേരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കവിത പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത്. അവിടെ ആശാൻ എഴുതുന്ന ഒരു ശ്ലോകം, രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമിപ്പദം. രുചയാൽ പരിപക്വ സത്വനായി, ദുഃഖഭാരം കൊണ്ട് പാകം വന്ന് നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി ധന്യനായി. ഈ ഭാരങ്ങളെല്ലാം ബ്രാഹ്മണ്യത്തിന്റെ, രാജത്വത്തിന്റെ, പൗരോഹിത്യ അധികാരത്തിന്റെ എല്ലാ പാരമ്പര്യങ്ങളുടെയും കെട്ടുപൊട്ടി ധന്യനായി നീയും ഞാൻ ഉയർന്നെത്തിയ ഈ ഭജമാനൈക വിഭാവ്യം ഈ പദം, ഈ പദത്തിലേക്ക് നീയും എത്തിച്ചേരും എന്നുകൂടി പറഞ്ഞിട്ടാണ്. പിന്നെയും സീതാകാവ്യത്തില് തന്നെ കൊട്ടാരത്തിലേക്ക് രാമൻ ക്ഷണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താൻ പട്ടമഹിഷിയായി വീണ്ടും അവിടെ ഉണ്ടാകണമെന്ന് രാമൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തോന്നലിനോട് സീത വീണ്ടും എതിരിടുകയും ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ സീതാകാവ്യത്തിന്റെ അവസാന ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം സംഘർഷ നിർഭരമായ ഒന്നാണ്. ഒരു ഭാഗത്തോട് രാമനോടുള്ള ആഴമേറിയ സ്നേഹത്തിന്റെ അനുരണനങ്ങൾ ഇങ്ങനെ അലയലയായി വരുന്നു, മറ്റൊരു ഭാഗത്ത് തന്നെയും തന്റെ സ്നേഹത്തെയും മുഴുവൻ പരിത്യജിച്ച രാജത്വത്തിനും ബ്രാഹ്മണ്യത്തിനും എതിരായ വിമർശനത്തിന്റെ ആഴമേറിയ മുഴക്കങ്ങൾ മറ്റൊരു ഭാഗത്ത്, ഇനിയും ഒരു ഭാഗത്ത് ഇതിനെല്ലാം അപ്പുറം പ്രപഞ്ചത്തോട് പുലർത്തുന്ന സഹഭാവത്തിന്റെ, സഹാനുഭൂതിയുടെ, സ്നേഹത്തിന്റെ പരമമായ ഒരു ലോകം പതിയെ പതിയെ ഇതൾ വിടർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ സ്നേഹത്തിന്റെ ലോകം ഒരുപക്ഷെ വീണപൂവിൽ ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ബൗദ്ധമായ ഒരു ചൈതന്യത്തിന്റെ പ്രകാശനം കൂടിയാണ് എന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ സീതാകാവ്യത്തിന്റെ അവസാന ശ്ലോകത്തില് മരണത്തിലേക്ക് നീങ്ങുന്ന, ജീവൻ വെടിയുന്ന സീതയെ വർണ്ണിച്ചുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഗംഭീരമായ ശ്ലോകം, ആശാന്റെ കാവ്യങ്ങളിലെ അവസാന ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കാവ്യത്തിന്റെ മാത്രമല്ല, അതിൻ്റെ പരിസമാപ്തി മാത്രമല്ല, നാടകീയത കൊണ്ടും സംഭവ പരമ്പരകളുടെ കൂടിയിണങ്ങി നിൽക്കൽ കൊണ്ടുമൊക്കെ അത്യന്ത സമ്പുഷ്ടമായ രചനകളാണ് ഈ ഓരോ ശ്ലോകങ്ങളും. ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ ആശാനൊരു ലോകം തീർക്കുന്നത് നമുക്ക് സീതാകാവ്യത്തിന്റെ അവസാനത്തിൽ കാണാം. വേണ്ട ഖേദമെടോ സുതേ വരികയെന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്നധോവതനയായി ചെന്ന സഭാവേദിയിൽ. ദുഃഖം വേണ്ട എന്ന് പറഞ്ഞ വാൽമീകിയുടെ കാൽപാദങ്ങൾ നോക്കി നടന്ന്, തലകുമ്പിട്ട് നടന്ന് രാമന്റെ സന്നിധിയിലെത്തി അധോവതനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികത്തെത്തി ഒന്നനിശയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി എന്നാണ്. ദുഃഖഭരിതനായ രാമൻ അനിശയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ. രാമനെ അവിടെ സീത വിശേഷിപ്പിക്കുന്നത് അനിശയക്ലാന്താസ്യൻ എന്നാണ്. നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ധന്യനായി, ഒഴിയാനിരിക്കുന്ന ഈ പാരമ്പര്യത്തിന്റെ ഭാരങ്ങൾ മുടിയിൽ കൊതിചേർത്ത് പുത്രരെ ജഡിയാക്കുന്ന, മടികൂടാതെ മഹാവനത്തിലും ദോഹദമാർന്ന പത്നിയെ വെടിയുന്ന, തരുണീ പാദജ ഗർഹിണി ശ്രുതി എന്ന് കരുതുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള വിടുതിയുടെ, ആ വിടുതിക്ക് രാമനെ പ്രാപ്തമാക്കുന്ന ഒന്നായിട്ട് സ്നേഹത്തെ ഈ സീതാകാവ്യം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നളിനിയിലും ലീലയിലും